അപ്പോൾ നമ്മുടെ എക്സോട്ടിക് ഡിഷായ കരിമീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യേണ്ടതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി. ഞാനിത് 4 വലിയ ഫിഷാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ എമൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ, ടർമറിക് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല അത് 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ലൈം ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇടാം. പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അത് ഞാനൊരു 1 ടീസ്പൂണാണ് ഇടുന്നത്. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ലൈം ജ്യൂസ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കറി ലീവ്സ് അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഇടുന്നതേ ഉള്ളൂ. അപ്പം വറക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കായൽ എന്ന് പറയും, അവിടുത്തെ കരിമീനാണ്, ഭയങ്കര ഫേമസ് ആണിത്. അഷ്ടമുടി കായലിൻ്റെ ഒക്കെ ഒരു കൈവഴിയായിട്ട് വരുന്ന കായലാണ്. അപ്പം വളരെ ഫ്രഷ് ആയിട്ടുള്ള കരിമീനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള മസാലയെല്ലാം പുരട്ടി ഫിഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഗ്രേവി എന്ന് പറയുമ്പോൾ ഇത് തിക്ക് ഗ്രേവിയാണ് നമ്മൾ എടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ചാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. അതുവരേക്കും ഇതിരുന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. നമ്മുടെ മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സവാളയും 1.5 കപ്പ് ചെറിയ ഉള്ളിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മീൻ അല്പം വലുതായതുകൊണ്ടാണ് ഞാൻ സവാള കൂടി ചേർത്തത്. അല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ചേർക്കുന്നതാണ് രുചി ഏറ്റവും കൂടുതൽ വരുന്നത്. നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പച്ചമുളകും കറി ലീവ്സും, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അത് 3 എണ്ണം ഞാൻ ചെറുതായിട്ട്, ചെറിയ ടൊമാറ്റോ ആയിരുന്നു, 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊടികളെല്ലാമാണ് നമുക്ക് വേണ്ടത്. അതായത് കൊറിയാൻഡർ പൗഡർ 1 ടീസ്പൂൺ, ഈ പൗഡർ 1 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ സോട്ട് ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ ഇത് ഒന്ന് സോട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇത് 2ാം പാലിലാണ് ഞാൻ ഈ ഗ്രേവി, വെള്ളത്തിന് പകരം ഞാൻ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. 2ാം പാല് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് ആവശ്യമായി വരില്ല. അപ്പം ഗ്രേവി ഒത്തിരി ലൂസായിട്ട് വേണ്ടിയവർക്ക് മാത്രമേ കൂടുതൽ പാല് ആവശ്യം, തേങ്ങാപ്പാലിൻ്റെ ആവശ്യം വരുള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തലപ്പാല് അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1-2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ മസാല പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അപ്പോൾ പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കരിമീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് എപ്പോഴും അതങ്ങനെ കിട്ടത്തില്ല. പക്ഷെ നല്ല കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയുമാണ്. നല്ല ഫ്രഷ് കരിമീനായിരിക്കണം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീനാണ്. അഷ്ടമുടി കായലിൻ്റെ തന്നെ ഒരു തായ് വഴിയാണ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് അവിടെ കൊണ്ടുവന്നപ്പോൾ പേരൻസ് വാങ്ങിച്ച് തന്നു വിട്ടതാണ്. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഈ കരിമീൻ പൊള്ളിക്കുന്നത് ഒന്ന് കാണിച്ചേക്കാമെന്ന്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും കൂടി ചേർത്ത് വഴറ്റാം. സവാള വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ സവാള ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വഴലണം. നല്ലപോലെ വഴന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കാനായിട്ട്. പൊടികളൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ തക്കാളി കൂടി ഇതിൽ ചേർത്ത് തക്കാളിയിലും അരപ്പ് നന്നായിട്ട് പിടിച്ച ശേഷം വേണം നമ്മൾ തേങ്ങാപ്പാൽ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കരിമീൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പഠിച്ചത് എൻ്റെ മദർലോയുടെ കയ്യിൽ നിന്ന് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അമ്മയുടെ ആ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പപ്പായും അമ്മയും കൂടാണ് ഈ മീനൊക്കെ വാങ്ങിച്ച് കൊടുത്ത് വിട്ടത് ഞങ്ങൾക്കിവിടെ. മീൻ നല്ല ഫ്രഷ് കരിമീൻ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ. നേരത്തെ നമ്മൾ എരിവെല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം, മസാലയ്ക്ക് ഒരു ചെറിയ എരിവിനനുസരിച്ച് മാത്രം ചേർത്താൽ മതിയാവും. പെപ്പർ 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ കൊറിയാൻഡർ പൗഡർ അത് ഒരു 1.5 ടീസ്പൂൺ. ഈ സമയത്ത് ഞാൻ ഒരു കതിർപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ നേരത്തെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു സവാള വഴറ്റാനായിട്ട്. പിന്നെ അത് ഉപ്പ് നോക്കിയിട്ട് മാത്രം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പൊടികളൊക്കെ ഈ ഉള്ളിയിലോട്ട് നന്നായിട്ട് പിടിക്കുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ പച്ചമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്പ്ലിറ്റായിട്ടാണ് ഇടുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ ആ മസാല എടുക്കുമ്പം മുളക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സ്പ്ലിറ്റായിട്ട് ഇടുന്നത്. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോഴേ ഒരല്പം കുറവായിട്ട് കണ്ടു. അത് നമുക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തക്കാളി ഒന്ന് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പിന്നെ 2ാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. മസാല ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോഴേ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈയിങ് വേണ്ട. കാരണം നമ്മളിത് അരപ്പിലിട്ട് നമ്മൾ ഒന്നുകൂടെ അത് വേവിക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കൂടി ഒന്നുകൂടെ നോക്കണം. അപ്പോൾ ഞാൻ നോക്കി എല്ലാം കറക്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും എരിയും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാല് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 2ാം പാൽ ഒന്ന് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ശേഷം ഇതിനകത്ത് ഇട്ടിട്ട് മാത്രം നമ്മൾ പിന്നെ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ 2ാം പാൽ ഒഴിച്ച ശേഷം ഒരു ചെറിയതായിട്ടൊരു ബോയിലിംഗ് സ്റ്റാർട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുവാണ്. ഈ മസാല നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മീനെല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ നമുക്ക് മസാലയിൽ പുരട്ടിയെടുക്കുക അതിനകത്ത്. അപ്പോൾ അതിനായിട്ട് മസാല തയ്യാറാക്കി വെച്ചിരുന്നതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് വലിയ മീനായതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി മസാല പാനിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു അല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന 2 മീനിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട ശേഷം അല്പം മസാലയൊക്കെ മീനിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മീനും കൂടി നമുക്കിടാം. ഈ മീനിൻ്റെ മേളിലേക്കും മസാലകൾ നമ്മൾ വെച്ച് കൊടുക്കുക.
ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഫിഷ് പൊതിയാനുള്ള ഇല നമുക്ക് ഇതേപോലെ വാട്ടിയെടുത്ത് വെക്കാം. എന്നിട്ട് കുക്കായിട്ട് നമുക്ക് ഇലയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അത് നന്നായിട്ട് കെട്ടി വെച്ചിട്ട് വേണം നമ്മളത് തിരിച്ചും മറിച്ചും ഇട്ട് തവയിലിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ അപ്പുറത്തെ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ തിരിച്ചിടണം. ഫിഷ് ആയതുകൊണ്ട് വളരെ ഡെലിക്കേറ്റായിട്ട് ഇരിക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മസാല അതിൻ്റെ മേലിലൂടെ വെച്ച് കൊടുക്കുക. കൂടി നമുക്കൊരു 3 മിനിറ്റ് കൂടി ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാൽ കൂടി അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാറ് അധികം ലൂസ് ആവണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലയാക്കി വെച്ചിരിക്കുന്ന ഫിഷിനെ നമ്മളിനി വാഴയിലയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ വാഴയിലാണ് എടുത്തിരിക്കുന്നത്. വലിയ മീനായതുകൊണ്ടാണ് ഇത്രയും വലിയ വാഴയില എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിലേക്ക് വേറൊരു ചെറിയ പീസ് കൂടി നമുക്ക് ആ ഒരു കീറി പോകാതെ ആ ഒരു പീസ് കൂടി നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് മീനെടുത്ത് വെക്കാം. മീനിൻ്റെ പുറത്ത് ഓൾറെഡി നമ്മൾ മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് മസാലയും കൂടി നമുക്ക് മേളിലേക്ക് പൊതിഞ്ഞു കൊടുക്കാം. പൊള്ളിച്ചതിൻ്റെ മസാലയാണല്ലോ അതിൻ്റെ പ്രത്യേക ഒരു രുചി എന്ന് പറയുന്നത്. അതെത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. തേങ്ങാപ്പാലും ഒക്കെ ചേർന്ന് നല്ല മീനിൻ്റെ നല്ല ഫ്ലേവറും ഒക്കെ ആയിട്ട് നമുക്കത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ മീനിപ്പോൾ മസാലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയില നമുക്ക് കെട്ടാം. നമ്മൾ ഇലച്ചോറൊക്കെ പൊതിയുന്നത് പോലെ നമുക്കത് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇല ഒരിക്കലും കീറിപ്പോവില്ല. അപ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്കത് മടക്കി വെക്കാം. ഇനി ഇതിനെ നമുക്കൊരു വാഴനാര് കൊണ്ട് കെട്ടാം. അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ഫിഷും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തവയിലേക്ക് അല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തൂകുന്നത് നമ്മുടെ വാഴയില കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ടാണ്. ഞാനിവിടെ എളുപ്പത്തിന് 2 പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാനിലും ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിടാം. ഒരു 3 to 4 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. മറിച്ചിടുന്നതിന് മുന്നേയും നമ്മൾ ഈ സൈഡിലെ വാഴയിലയുടെ മേളിലും അല്പം എണ്ണ തടവി കൊടുക്കുക. വീണ്ടും നമുക്കിത് കവർ ചെയ്യാം. ഇതൊരു 3 to 4 മിനിറ്റ്സ് ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. വളരെ സോഫ്റ്റാണ്, ഭയങ്കര ചൂട്, വളരെ സോഫ്റ്റും ഡെലീഷ്യസുമാണ്. അപ്പം നമ്മുടെ ആ മസാലയൊക്കെ കൂട്ടി നമുക്ക് ആ കരിമീൻ വായിലോട്ട് വെക്കുമ്പോഴുള്ള ആ ഒരു രുചി എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുമ്പം തന്നെ കേൾക്കുമ്പം തന്നെ വായിലൂടെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ്സും ഫോട്ടോസും ഒക്കെ എനിക്ക് അയച്ചു തരണം.